നമ്മളോടൊപ്പം ഗായിക മഞ്ജരി ഉണ്ട്. ശ്രീമതി മഞ്ജരി കേൾക്കാമല്ലോ അല്ലേ? നമസ്കാരം. നമസ്കാരം. മഞ്ജരി അല്പം മുൻപ് സുജാത ചേച്ചി സംസാരിക്കുകയായിരുന്നു. അപ്പോൾ പറഞ്ഞത് പല ഗാനങ്ങളും ഇപ്പോൾ ആവർത്തിച്ച് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പല ഹിറ്റ് ഗാനങ്ങളും അത് SP വെങ്കടേഷിന്റെ ഈണങ്ങളാണ് എന്നതാണ്. ഇപ്പോൾ ഈ പുതുതലമുറ എങ്ങനെയായിരിക്കും SP വെങ്കടേഷിന്റെ പാട്ടുകളെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത്? എങ്ങനെയാണ് മഞ്ജരി കാണുന്നത്? പുതുതലമുറയില് ശരിക്കും ഒരുപാട് കുട്ടികൾക്ക് അവര് പാട്ടുകൾ എടുത്ത് പാടുന്നത് അത് ഏത് മ്യൂസിക് ഡയറക്ടറിന്റെ ആണെന്ന് ചിലപ്പം നോക്കാറില്ല. പക്ഷെ ആ ഇഷ്ടം കൊണ്ട് അവര് ആ പാട്ടുകളൊക്കെ ഒരുപാട് എടുത്ത് പാടാറുണ്ട്. അപ്പം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അതിൽ ഒട്ടുമിക്ക പാട്ടുകളും നമ്മുടെ SP വെങ്കടേഷ് സാറിന്റെ പാട്ടുകളാണ്. ശരിക്കും ഈ ഒരു അവസരത്തില് അദ്ദേഹത്തിന് ഇത് വല്ലാത്തൊരു ഷോക്കിംഗ് ന്യൂസ് ആണ്. നമ്മൾ തീരെ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തോടൊപ്പം ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ സിനിമയിൽ പാടിയിട്ടുണ്ട്. അപ്പം എന്റെ മനസ്സിൽ ഇപ്പോഴും ആ ചിരിച്ചു നിൽക്കുന്ന ഒരു കുറിയൊക്കെ തൊട്ട് വളരെ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ഇത് ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസാണ്. ഞാൻ ഇപ്പോൾ പോലും എന്റെ പ്രോഗ്രാംസിൽ അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ പാടാറുണ്ട്. നമ്മുടെ മനസ്സിൽ ഇപ്പോഴും എത്രയോ പാട്ടുകൾ, പാൽനിലാവിനും എന്നൊക്കെ പാട്ടുകൾ, മനോഹരമായ പാട്ടുകളാണ് അദ്ദേഹം നമുക്ക് തന്നിരിക്കുന്നത്. എല്ലാം സൂപ്പർ ഹിറ്റ് പാട്ടുകളാണ്. ശരിക്കും ഈ ഒരു വിയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് താങ്ങാനാവുന്നില്ല. ശരിക്കും ഒരു വല്ലാത്തൊരു ഷോക്കിംഗ് ന്യൂസ് ആണ്. എനിക്ക് മനസ്സിലാവും. ശ്രീമതി മഞ്ജരി, ഈ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലെ എന്തെങ്കിലും കാര്യങ്ങൾ, അനുഭവങ്ങൾ എന്തെങ്കിലും ഓർക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പോൾ? നല്ല അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹമൊക്കെ ഒരുപാട് ലെജൻസിന്റെ കൂടെ ഒരുപാട് വർക്ക് ചെയ്ത്, അപ്പൊ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ ആ ഒരു തലമുറയിലുള്ള ഒരു ലെജൻഡിനോടൊപ്പം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ള. മലയാളത്തിലെ തോംസൺ വില്ല എന്ന് പറഞ്ഞ പടം, പിന്നെ അതിനുശേഷം 2-3 പ്രോജക്ട്സ് അദ്ദേഹത്തിന്റെ ഞാൻ പാടിയിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ പാടുമ്പോൾ അദ്ദേഹം പറഞ്ഞു തരുന്ന എക്സ്പ്രഷൻസ് ആയാലും കാര്യങ്ങളും എല്ലാം ഞാൻ ശരിക്കും ഓർക്കാണ് ആ ഒരു എക്സ്പീരിയൻസ് ഈ സമയത്ത്. കാരണം നമ്മള് ഉറ്റുനോക്കുന്ന ചില മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്, അവരുടെയൊക്കെ വർക്കിൽ പാടണം എന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അങ്ങനെ എനിക്ക് കിട്ടിയ ഭാഗ്യങ്ങളിൽ ഒന്നാണ് SP വെങ്കടേഷ് സാറിന്റെ പാട്ട് പാടാനുള്ളത്. അപ്പം ഇനിയും ശരിക്കും പറഞ്ഞാല് നമ്മുടെ മലയാളത്തിൽ ഇനിയും ഒരുപാട് നല്ല പാട്ടുകൾ അദ്ദേഹത്തിന് തരാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഇതിപ്പോ ഒരു വല്ലാത്തൊരു വിയോഗമായിപ്പോയി. ശ്രീമതി മഞ്ജരി, പഴയ കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നമുക്കുള്ള സാങ്കേതിക സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലമായിരുന്നു. അന്ന് പല ഗായകന്മാരും ഗായികമാരും ഒക്കെ പറഞ്ഞിട്ടുള്ളത് വളരെ കണിശക്കാരായിട്ടുള്ള സംഗീത സംവിധായകരെ കുറിച്ചാണ്. കാരണം ചില സംഗീത സംവിധായകർക്ക് മുന്നിൽ പാട്ട് പാടാൻ ഭയപ്പെട്ടിരുന്നു എന്ന് വരെ പറഞ്ഞിട്ടുള്ള ഗായകരൊക്കെ ഉണ്ട്. അങ്ങനെ അവരെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയായിരുന്നു SP വെങ്കടേഷ്? ഞാൻ ശരിക്കും പറഞ്ഞാല് ഞാനത് എനിക്കൊരു ലക്ക് ഫാക്ടർ എന്താന്ന് വെച്ചാൽ, നമ്മൾ അവരുടെ ആ ഒരു പ്രായം, അവരുടെ ഒരു യൂത്ത്ഫുൾ പ്രായം ഉണ്ടല്ലോ, ആ സമയത്താണല്ലോ പൊതുവെ ഈ സ്ട്രിക്റ്റ് ആയി ഇരിക്കുന്നതൊക്കെ. അപ്പം നമ്മളൊക്കെ വന്ന് പാടുന്ന സമയത്ത് അവര് അപ്പൂപ്പൻ ഫീലൊക്കെയാണ് വെച്ചാൽ ആ ജനറേഷൻ ഒരുപാട് മാറിയല്ലോ. അപ്പൊ ആ ഒരു ദേഷ്യം നമ്മളോടൊന്നും അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ഒരുപാട് കർശനമായി സംസാരിക്കുകയോ അങ്ങനെയൊന്നുമില്ല. ഞാൻ കാണുന്ന അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ട്, വളരെ ജോവിയൽ ആയിട്ട് നമുക്ക് പാട്ട് പഠിപ്പിച്ചു തരുന്നതും. എനിക്ക് ഇപ്പോഴും എന്റെ മനസ്സിൽ ബ്രീഫ് കേസ് ഉണ്ട് അദ്ദേഹത്തിന്. അതില് പിന്നെ ലിറിക്സും കാര്യങ്ങളും നൊട്ടേഷനും എല്ലാം ഉണ്ടാവും കയ്യില്. പിന്നെ ഒരു കുറിയൊക്കെ തൊട്ട് ചിരിച്ച മുഖമാണ് എപ്പോഴും. അപ്പം ഈ പാട്ട് പാടുന്ന സമയത്ത് ഒരു താരാട്ട് പാട്ടുണ്ടായിരുന്നു, അതിലൊരു ഫാസ്റ്റ് നമ്പർ ഉണ്ടായിരുന്നു. അപ്പം എക്സ്പ്രഷൻസ് എങ്ങനെ കൊടുക്കണം, ഇതൊക്കെ അദ്ദേഹം വളരെ ലാഘവത്തോടെ, വളരെ നൈസ്, ഒരു സോഫ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്, നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്നതായാലും. ഒരു രീതിയിലും അദ്ദേഹം ദേഷ്യപ്പെട്ടതായിട്ട് എനിക്ക് അനുഭവമില്ല. അപ്പം ചെറിയൊരു എന്തെങ്കിലും ഒരു സംഗതി മാറ്റം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം വളരെ സ്വീറ്റ് ആയിട്ടാണ് അതൊക്കെ പറഞ്ഞു തരുന്നതും വളരെ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഇതൊരു എന്താ പറയാ, വല്ലാത്തൊരു വാർത്തയായിപ്പോയി. മഞ്ജരി, സാധാരണ ഈ സംഗീത ആസ്വാദകരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് പാട്ടുകൾ എണ്ണി പറയാനുണ്ടാകും SPVയുടെ. പക്ഷേ നിരവധി പാട്ടുകളുണ്ട്. അതെ, അല്ല ഞാൻ ചോദിക്കുന്നത് മഞ്ജരി ഒരു ഗായിക എന്ന നിലയിൽ അങ്ങനെ പ്രഷ്യസ് ആയി കാണുന്ന ഒരു പാട്ട് അങ്ങനെ ഒന്ന് പറയാനുണ്ടോ? ഞാൻ അദ്ദേഹത്തിന്റെ പാട്ടുകൾ നോട്ട് ചെയ്തിരിക്കുന്നത് എല്ലാ പാട്ടിനകത്തും ഒരു ഇന്നസെൻസ് ഉണ്ട്, ഒരു കുട്ടികളോടുള്ള ഒരു വാത്സല്യം നിറഞ്ഞ പാട്ടുകളാണ് ഒട്ടുമിക്ക പാട്ടുകളും. അപ്പൊ അത് ഏത് തരത്തിലുള്ള പാട്ടെടുത്ത് അതിൽ കൊടുത്തിരിക്കുന്ന ജിങ്ക ചിക്ക, അതൊക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. അത് ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിനോടൊരു വല്ലാത്തൊരു ഫീൽ. പാൽനിലാവിനും ഒരു നൊമ്പരം, അതും വേറൊരു തരത്തിലുള്ള പാട്ട്. എത്രയോ പാട്ടുകൾ ഇതുപോലെ എനിക്ക് എന്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. ഇപ്പൊ ഞാൻ പാടിയ പാട്ടും അതുപോലെ തന്നെ ഒരു താരാട്ട് മോഡുള്ള. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പാട്ടുകളിലൊക്കെ ഒരു നിഷ്കളങ്കതയും ഒരു ബ്യൂട്ടിഫുൾ മെലഡി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ശരി, വളരെയധികം നന്ദി ശ്രീമതി മഞ്ജരി, താങ്കൾ അദ്ദേഹത്തെ അനുസ്മരിക്കാൻ എത്തിയതിന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.